morning. Today we are going to discuss solid waste management. Human and animal activities generates many waste. Those are discarded as useless or unwanted. Indiscriminate disposal of these solid waste cause, especially hazardous waste, cause environmental impacts. It also results in landscape pollution. Overpopulation, technology and affluence make the situation more complicated. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിവിധ ആക്ടിവിറ്റികളുടെ ഫലമായി ഒരുപാട് വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇവ നമ്മൾ യൂസ്ലെസ് ആയിട്ട് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുന്നു. സോളിഡ് വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ഹസാർഡസ് വേസ്റ്റ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസും അതുപോലെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസുമെല്ലാം ഒരുപാട് ടോക്സിക് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഇത് ലാൻഡ്സ്കേപ്പ് പൊല്യൂഷനും കാരണമാകുന്നു. ഓവർ പോപ്പുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിയും നമ്മുടെ വെൽത്തുമെല്ലാം ഇതിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. വേരിയസ് സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റ് ആർ ഗാർബേജ്, റബ്ബിഷ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്, pathological waste, demolition and construction waste, aquatic weeds and miscellaneous waste. So we can look those one by one. First one is garbage. What is meant by garbage? Garbage are food waste. It include meat, fruit waste, vegetable waste, etc. Peelings of fruits. Okay. They decompose rapidly in warm weather. നമ്മുടെ ഫുഡ് വേസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഗാർബേജിൽ വരുന്നത്. ഇവ നമ്മുടെ വാം വെതറിലെ ചൂടുള്ള കാലാവസ്ഥയിൽ വളരെ ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് റബ്ബിഷ്. ഇറ്റ് ഡസ് നോട്ട് ഡീകമ്പോസ് റാപ്പിഡ്ലി ആൻഡ് റബ്ബിഷ് മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് ടു ടൈപ്പ് ഓഫ് വേസ്റ്റ്. ദോസ് ആർ കമ്പസ്റ്റബിൾ വേസ്റ്റ് ആൻഡ് നോൺ കമ്പസ്റ്റബിൾ വേസ്റ്റ്. Combustible waste include paper, leather, cardboard, etc. And non-combustible waste include crockery and glass bottles, etc. Rubbish wasteകൾ ഒരിക്കലും പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നില്ല. ഇവ കമ്പസ്റ്റബിൾ എന്നും നോൺ കമ്പസ്റ്റബിൾ എന്നും എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കത്തിപ്പോകുന്നതും അഥവാ ഈസിയായി കത്താത്തതുമായിട്ടുള്ള രണ്ട് സബ്സ്റ്റൻസുകളായിട്ട് നമ്മൾ ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. കമ്പസ്റ്റബിൾ ആയിട്ടുള്ളവയാണ് പേപ്പറും കാർഡ്ബോർഡുമെല്ലാം. അതുപോലെ നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ളതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ എംപ്റ്റി ഗ്ലാസ് ബോട്ടിൽസ്, അതുപോലെ തന്നെ ക്രോക്കറി, നമ്മുടെ പാത്രങ്ങളൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നു. നെക്സ്റ്റ് ഈസ് അഗ്രികൾച്ചറൽ വേസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രോപ്പ് റെസിഡ്യൂസ് വിച്ച് മേ ബി ഷുഗർ കെയിൻ വേസ്റ്റ്, റൈസ് ഫ്രോക്ക്, എക്സെട്ര. അഗ്രികൾച്ചറൽ വേസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്നത് ക്രോപ്പ് റെസിഡ്യൂസ് ആണ്, വിളകളുടെ അവശിഷ്ടങ്ങളാണ്. റോഡരികിലും മറ്റും ഇന്ന് ഷുഗർ കെയിൻ ഇൻഡസ്ട്രീസ് ധാരാളമുണ്ട്. ഇവയിൽ നിന്നും വലിയൊരു എമൗണ്ടിൽ വേസ്റ്റ് ഇജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ വൈക്കോലും ഇതിനുള്ള ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഫ്ലൈ ആഷ് ഈസ് ദ മെയിൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് and also many toxic metals and gases are evolved from various industries. ഫ്ലൈ ആഷും അതുപോലെ തന്നെ മറ്റു കെമിക്കൽസ്, ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള മെറ്റൽസും എല്ലാം ഇവയിൽ നിന്നും ഇജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലെഡ്, കാഡ്മിയം, മെർക്കുറി ഇവയെല്ലാം മനുഷ്യനും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്കും ഒരുപാട് ഇമ്പാക്ട്സിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഹസാർഡസ് വേസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഫ്ലേമബിൾ വേസ്റ്റ് ആൻഡ് ഓൾസോ എക്സ്പ്ലോസീവ്സ്. അടുത്തത് ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ്, വളരെയധികം ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ആണ്. ഇവയിൽ അപ്പോൾ വരുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളും അതുപോലെ തന്നെ ഫ്ലേമബിൾ കത്തുന്ന തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ വേസ്റ്റുകളും അതുപോലെ എക്സ്പ്ലോസീവ്സ് പൊട്ടിത്തെറിക്കുന്നതുമായിട്ടുള്ള വേസ്റ്റുകളുമെല്ലാമാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് pathological waste. These are the waste ejected from hospitals and clinics. ഹോസ്പിറ്റലിൽ നിന്നും ക്ലിനിക്കിൽ നിന്നുമെല്ലാം ഇജക്ട് ചെയ്യുന്ന വേസ്റ്റുകളാണ് pathological waste. It includes blood, fat, hair, etc.
പാത്തോളജിക്കൽ വേസ്റ്റിൽ വരുന്നതാണ് ബ്ലഡ്, ഹെയർ, പീസസ് ഓഫ് മീറ്റ്, നമ്മുടെ മുറിവിൻ്റെ ഒക്കെ പീസസ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നു. നെക്സ്റ്റ് ഈസ് ഡിമോളിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വേസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റോൺ, ബ്രിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി പാർട്സ്. നമ്മുടെ സ്റ്റോൺസ്, ബ്രിക്കിൻ്റെ പീസസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, സാനിറ്ററി, അതുപോലെ തന്നെ പ്ലംബിംഗ് വേസ്റ്റ് എല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നു. നെക്സ്റ്റ് ഈസ് അക്വാട്ടിക് വീഡ്സ്. വെള്ളത്തിലൊക്കെ വരുന്ന കളകൾ നമുക്ക് ഒരുതരം വേസ്റ്റ് ആയിട്ട് തന്നെ പരിഗണിക്കാവുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മിസ്ലേനിയസ് വേസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രീറ്റ് സ്വീപ്പിംഗ്സ് ആൻഡ് അബാൻഡൻഡ് വെഹിക്കിൾസ്. തെരുവിൽ കാണപ്പെടുന്ന ഒരുപാട് തരം വേസ്റ്റുകളും അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് അഥവാ കേടായിട്ടുള്ള വെഹിക്കിൾസുമെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നു. നെക്സ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദി എഫക്ട്സ് ഡ്യൂ ടു സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് കൊണ്ടുണ്ടാകുന്ന വേരിയസ് എഫക്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹെൽത്ത് ഹസാർഡ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്. So first we can go through the health hazards. During handling and transfer of biological waste, disease transmission may take place by infection through open sores or vectors like rats and insects. Rats spread many diseases like plague, salmonellosis through direct bite, and also rats spread quickly and destroying property. ബയോളജിക്കൽ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഡിസീസ് ട്രാൻസ്മിഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ മുറിവുകളിലൂടെയും അതുപോലെ തന്നെ വേരിയസ് വെക്ടേഴ്സ് ആയിട്ടുള്ള റാറ്റ്സിലൂടെയും ഇൻസെക്ട്സിലൂടെയുമാണ് ഡിസീസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ബയോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ക്ലിനിക്കിൽ നിന്നുമെല്ലാം കളക്ട് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ്. റാറ്റ്, എലികൾ വഴി പ്ലേഗ്, അതുപോലെ സാൽമോണല്ലോസിസ് തുടങ്ങിയ അസുഖങ്ങൾ പെട്ടെന്ന് പരക്കുന്നുണ്ട്. അവ കടിക്കുക വഴിയാണ് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത്. എലികൾ പെട്ടെന്ന് പെരുകുകയും അവ നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഫ്ലൈസ് ബ്രീഡ് ഓൺ refuse dumps and human fecal, from where they migrate to food and water and results in various diseases like bacillary dysentery and diarrhea. ഈച്ചകൾ ഈ വേസ്റ്റുകളിൽ പ്രധാനമായും ഹ്യൂമൻ വേസ്റ്റിലെല്ലാം വന്നിരിക്കുകയും അവയിൽ നിന്ന് ഫുഡിലോട്ടും വെള്ളത്തിലോട്ടും എത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വേരിയസ് ഡിസീസസിന് കാരണമാകുന്നു. ബാസിലറി ഡിസെൻട്രി, ഡയറിയ പോലുള്ള അസുഖങ്ങൾക്ക് ഇത് കാരണമാകുന്നു. Contamination of crop and water supply result in large-scale epidemic diseases like jaundice, hepatitis, gastrointestinal diseases and cholera. വിളകളുടെയും വാട്ടർ സോഴ്സിൻ്റെയും എല്ലാം കണ്ടാമിനേഷൻ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്നു. മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ വയറിനകത്തുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കോളറ, ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഇത് വഴി ഉണ്ടാകുന്നു. ചോക്കിംഗ് ഓഫ് ഡ്രെയിൻസ് ആൻഡ് ഗള്ളി പിറ്റ്സ് റിസൾട്ടിംഗ് വാട്ടർ ലോഗിംഗ്. ത്രൂ ദിസ് വാട്ടർ ലോഗിംഗ് മോസ്കിറ്റോ ബ്രീഡ്സ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. നമ്മുടെ ഡ്രെയിൻസും ഗള്ളി പിറ്റ്സിലൊക്കെ പല വേസ്റ്റുകളും വന്ന് അടിയുന്നു. അതിൻ്റെ ഫലമായിട്ട് വാട്ടർ ലോഗിംഗ് ഉണ്ടാകുന്നു. ഫീൽഡുകളിലും മറ്റും വാട്ടർ ലോഗിംഗ് സംഭവിക്കുന്നു. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുക വഴി മോസ്കിറ്റോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു, ബ്രീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്. സ്കവെഞ്ചേഴ്സ് ആൻഡ് സ്പ്രേ അനിമൽസ് ഇൻവാൾവ് റോഡ് സൈഡ് ഗാർബേജ് ഡംപ്സ്. സ്കവെഞ്ചേഴ്സ് ഈ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്പ്രേ അനിമൽ, തെരുവിലൂടെ വളരുന്ന ഒരുപാട് മൃഗങ്ങൾ, ഡോഗ്സിനെ പോലുള്ള മൃഗങ്ങളൊക്കെ ഈ സീവേജ് ഡംപിൻ്റെ അരികിലെ റോഡ് സൈഡിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇസ്തെറ്റിക്കലി ഇത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഈ ഓർഗാനിക് വേസ്റ്റുകളെല്ലാം ഡീകമ്പോസിഷൻ നടക്കുക വഴി ഫോൾ സ്മെല്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ബേണിംഗ് ഓഫ് ദീസ് വേസ്റ്റ് കോസസ് എയർ പൊല്യൂഷൻ. വേസ്റ്റുകൾ കത്തിക്കുന്നത് എയർ പൊല്യൂഷനും കാരണമാകുന്നു. ഇറ്റ് ഓൾസോ റിസൾട്ട് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ പൊല്യൂഷൻ. ഈ വേസ്റ്റുകൾ വഴി ലാൻഡ് മാത്രമല്ല നമ്മുടെ വെള്ളത്തിൻ്റെ സോഴ്സുകളും മലിനീകരിക്കപ്പെടുന്നു. Next, we are going to discuss solid waste management. It includes mainly 3 steps. Those are collection of solid waste,
disposal of solid waste, and finally waste utilization. So, collection of solid waste can be done in three ways. Those are community storage point, curbside collection, and block collection. നമുക്ക് മൂന്ന് രീതിയിൽ സോളിഡ് വേസ്റ്റുകളെ കളക്ട് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റി സ്റ്റോറേജ് പോയിന്റ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മുനിസിപ്പൽ വേസ്റ്റുകളൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് കെർബ് സൈഡ് കളക്ഷൻ. നമ്മുടെ ഫുഡ് വേയിൽ റോഡ് സൈഡിലൊക്കെ നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ബിൻസ് വെക്കും. നമ്മൾ വേസ്റ്റൊക്കെ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക. മൂന്നാമത്തതാണ് ബ്ലോക്ക് കളക്ഷൻ. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽസ് വേസ്റ്റ് കളക്ട് ചെയ്യും, എന്നിട്ട് വേസ്റ്റ് കളക്ഷൻ സ്റ്റാഫ്സ് ഉണ്ടാകും, അവരെ ഇത് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലോക്ക് കളക്ഷൻ എന്ന് പറയുന്നത്. There are mainly 8 methods for disposal of solid waste. It includes manual component separation, compaction, incineration, open dumping, sanitary landfilling or controlled tipping, pyrolysis or destructive distillation, land farming, and finally composting or biodegradation. So we can look those one by one. First one is manual component separation. ഇവിടെ നമ്മൾ കാർഡ്ബോർഡ്, ഗ്ലാസ്, അതുപോലെ തന്നെ പലതരം ക്യാൻസ്, അലൂമിനിയം പാത്രങ്ങളും മറ്റുമൊക്കെ നമ്മൾ കൈകൊണ്ട് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേർതിരിക്കുക. ആ പ്രോസസ്സാണ് മാനുവൽ കമ്പോണന്റ് സെപ്പറേഷൻ. നെക്സ്റ്റ് ഈസ് കോമ്പാക്ഷൻ. ഹിയർ കോമ്പാക്ടേഴ്സ് ആർ യൂസ്ഡ് ടു കംപ്രസ് ദി വേസ്റ്റ് ബൈ മേക്കിംഗ് ബെയിൽസ്. ഇവിടെ നമ്മൾ വേസ്റ്റുകളൊക്കെ കംപ്രസ് ചെയ്തിട്ട് ബെയിൽസ് ആക്കി മാറ്റുന്നു, ചെറിയ ചെറിയ കെട്ടുകളാക്കി മാറ്റുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ വേസ്റ്റുകളുടെ വോളിയം റെഡ്യൂസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഈസ് ഇൻസിനറേഷൻ. Here, burning of highly combustible waste occurs like plastics, cardboards, cartons at high temperature. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ നന്നായിട്ട് കത്തുന്ന തരം വേസ്റ്റുകളെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഇത് എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഓപ്പൺ ഡംപിങ്. ഇവിടെ എന്താണ്, നമ്മൾ വെറുതെ തുറസായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഫ്ലൈസ് അതുപോലെ തന്നെ റാറ്റ്സ് ഇവയൊക്കെ നന്നായിട്ട് പെരുകുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഒരുപാട് ലാൻഡ് വേസ്റ്റ് ആവുന്നുണ്ട്, അങ്ങനെ ലാൻഡ് ഷോർട്ടേജ് ഉണ്ടാകുന്നു. കൂടാതെ ഈ വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതിന്റെ ഫലമായിട്ട് വളരെയധികം ഫോൾ സ്മെല്ലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് പൈറോളിസിസ്. ഇറ്റ് ഈസ് ഡെസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ. ഇതിനെ ഡെസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ എന്നും നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ബേണിംഗ് വിതൗട്ട് ഓക്സിജൻ ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനറോബിക് കണ്ടീഷൻ. ഓക്സിജൻ കൂടാതെ നമ്മൾ ബേൺ ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പൈറോളിസിസ്. നെക്സ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഈസ് സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് ഓർ കൺട്രോൾഡ് ടിപ്പിംഗ്. ഹിയർ സോളിഡ് വേസ്റ്റ് ആർ കോമ്പാക്റ്റഡ് ആൻഡ് സ്പ്രെഡ് ഇൻ തിൻ ലെയേഴ്സ്. ഇവിടെ നമ്മൾ തിൻ ലെയറുകളിൽ സോളിഡ് വേസ്റ്റുകളെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് നന്നായിട്ട് കോമ്പാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓരോ ലെയറിന്റെ മുകളിലും നമ്മൾ സോയിൽ ലെയർ കൊണ്ട് കവർ ചെയ്യുന്നു. ഫൈനൽ ലെയറിന് ഏകദേശം 1 മീറ്റർ എർത്ത് കവറിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ റോഡൻസ് ബറോ ചെയ്യും, ഈ വേസ്റ്റിലോട്ടും സ്കാറ്ററിങ്ങിലോട്ടൊക്കെ റോഡൻസ് മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആസ് ടൈം പാസസ് ദീസ് വേസ്റ്റ് അണ്ടർഗോ ഡീകമ്പോസിഷൻ. ടൈം പോകുന്നതിനനുസരിച്ച് ഈ വേസ്റ്റുകൾ ഡീകമ്പോസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഒരുപാട് ഡീകമ്പോസിഷൻ പ്രോഡക്ട്സ് ഉണ്ടാകുന്നു. ദോസ, അമോണിയ, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് H2O, വാട്ടർ, ഇവയൊക്കെയാണ് ഡീകമ്പോസിഷൻ പ്രോഡക്ട്സ്. ഇവയെ നമുക്ക് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. The main advantage of this sanitary landfilling is it does not cause any environmental damage. സാനിറ്ററി ലാൻഡ്ഫില്ലിംഗ് ഒരു എൻവയോൺമെന്റൽ ഡാമേജിനും കാരണമാകുന്നില്ല. അതർ ഇമ്പോർട്ടൻറ്റ് ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ് ടെക്നിക് ഈസ് ലാൻഡ് ഫാമിംഗ്. Here, organic waste are applied on the top of the land or below the soil surface with suitable equipments.
The waste undergo bacterial and chemical decomposition. ഇവിടെ നമ്മൾ വേസ്റ്റുകൾ ലാൻഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് സോയിലിൻ്റെ ഉള്ളിലോട്ടോ ഇൻജെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബാക്ടീരിയലും അതുപോലെ തന്നെ കെമിക്കൽ ഡീകമ്പോസിഷനും നടക്കുന്നു. നെക്സ്റ്റ് മെത്തേഡ് ഈസ് കമ്പോസ്റ്റിംഗ് ഓർ അതർവൈസ് വി ക്യാൻ സേ ബയോഡിഗ്രഡേഷൻ. കമ്പോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലേ. ഇതിലൂടെ ഹ്യൂമസ് അല്ലെങ്കിൽ കമ്പോസ്റ്റിന്റെ ഫോമേഷൻ നടക്കുന്നു. വേസ്റ്റുകളുടെ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ വഴിയാണ് ഇവിടെ ഹ്യൂമസ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് ബയോഗ്യാസ് പ്ലാന്റിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് വേസ്റ്റ് യൂട്ടിലൈസേഷൻ. ഇറ്റ് ഈസ് ദ തേർഡ് ഫേസ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ മൂന്നാമത്തെ ഫേസ് ആണ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് വേസ്റ്റ് യൂട്ടിലൈസേഷൻ. There are mainly three techniques. Those are reuse, reclamation and finally recycling. നമ്മൾ വേസ്റ്റുകളെ റീയൂസ് ചെയ്യുക, അതുപോലെ തന്നെ റിക്ലമേഷന് വിധേയമാക്കുക. റിക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ ഒറിജിനൽ യൂസിന് പകരം നമ്മൾ മറ്റൊരു യൂസ് കണ്ടെത്തുക, അതാണ് റിക്ലമേഷൻ. ഇനി വാട്ട് ഈസ് മീൻ ബൈ റീസൈക്ലിംഗ്? എന്താണ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് സെയിം പ്രോഡക്റ്റ്, അത് ഓൾറെഡി ഉണ്ടായിരുന്ന അതുപോലത്തെ സെയിം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക. ഇതിനെ പറയുന്ന പേരാണ് റീസൈക്ലിംഗ്. സോ വി ക്യാൻ ലുക്ക് സം വേസ്റ്റ് യൂട്ടിലൈസേഷൻ എക്സാമ്പിൾസ്. നമുക്ക് വേസ്റ്റ് യൂട്ടിലൈസേഷനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കാറ്റിൽ ഡങ് ഈസ് യൂസ്ഡ് ആസ് കുക്കിംഗ് ഗ്യാസ് ആൻഡ് ഓൾസോ മാനുവർ. കുക്കിംഗ് ഗ്യാസ് ആയിട്ടും മാനുവറൊക്കെ ആയിട്ട് നമ്മൾ കാറ്റിൽ ഡങ് ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ ഷുഗർ കെയിൻ വേസ്റ്റും ജൂട്ട് വേസ്റ്റുമെല്ലാം ഹാർഡ് ബോർഡും പേപ്പറുമെല്ലാം ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഷുഗർ കെയിൻ വേസ്റ്റിൽ നിന്ന് നമ്മൾ മറ്റൊരു യൂസ് കണ്ടെത്തുകയാണ്. അപ്പം അത് റിക്ലമേഷനുള്ള ഒരു എക്സാമ്പിളാണ്. വേസ്റ്റ് പേപ്പർ കൊണ്ട് നമ്മൾ വീണ്ടും പേപ്പർ ഉണ്ടാക്കുന്നു. സ്ക്രാപ്പ് ഗ്ലാസ് കൊണ്ട് നമ്മൾ വീണ്ടും ന്യൂ ഗ്ലാസ് ഉണ്ടാക്കുന്നു. അപ്പം ഇത് രണ്ടും റീസൈക്ലിങ്ങിനുള്ള എക്സാമ്പിളാണ്. ഫ്ലൈ ആഷ് സിമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, ഗ്രീസും വാക്സസും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിന്റെയും സീവേജിന്റെയും ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ക്ലീൻ വാട്ടർ കിട്ടുന്നു. ഇവയൊക്കെയാണ് വേസ്റ്റ് യൂട്ടിലൈസേഷന്റെ കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, താങ്ക് യു.